ഹലോ എവരി വൺ. ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പരീക്ഷാ തീയതിയും സിലബസും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കാറ്റഗറി നമ്പർ 548/2025 ആണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇതുവരെ 26,185 ആപ്ലിക്കൻസ് ആണുള്ളത്. എക്സാം ഡേറ്റ് 28/7/2026 പരീക്ഷ നടക്കുന്നത്. ജൂലൈ 28 പരീക്ഷ. കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 11 2026 മെയ് 11 നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അതിന്റെ ഡെഡ് ലൈൻസ് ഒന്നും അപ്രോച്ച് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു പരീക്ഷയുടെ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും രണ്ട് പോർഷൻസിൽ നിന്നാണ്, രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് സിലബസ് ഉള്ളത്. സിവിൽ ടോപ്പിക്കും ഉണ്ട്, മെക്കാനിക്കൽ ടോപ്പിക്കും ഉണ്ട്. കൂടുതൽ വെയിറ്റേജ് വരുന്നത് സിവിൽ ടോപ്പിക്കിനാണ്. കാരണം ആകെ 100 മാർക്കിന്റെ OMR എക്സാം ആണ് നടക്കുന്നത്. അതിൽ 62 മാർക്കും സിവിലിൽ നിന്നാണ്, ബാക്കി 38 മാർക്കാണ് മെക്കാനിക്കലിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിലബസ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം നടന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 പരീക്ഷയുടെ അതേ സിലബസ് ആണ് ഈ ഒരു എക്സാമിനും ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സിലബസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കലിൽ നമുക്ക് ആകെ 7 മൊഡ്യൂൾസ് ആണുള്ളത്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അതിനുള്ളത്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്കിന്റെ ചോദ്യം. ഓട്ടോ ക്യാഡ് 8 മാർക്കിന്റെ ചോദ്യം. സർവേയിങ് 9 മാർക്കിന്റെ ചോദ്യം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 മാർക്ക്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് 10 മാർക്ക്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 9 മാർക്ക്. അങ്ങനെ ആകെ സിവിൽ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 62 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെക്കാനിക്കൽ ടോപ്പിക് ആണ്. നമ്മൾ പറഞ്ഞ പോലെ 38 മാർക്കിന്റെ വെയിറ്റേജ് ആണ് മെക്കാനിക്കൽ ടോപ്പിക്കിനുള്ളത്. അപ്പൊ അതിലും നമുക്ക് 7 മൊഡ്യൂൾസ് തന്നെയാണുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഡെവലപ്പ് സർഫസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ 5 മാർക്കിന്റെ ചോദ്യം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ് 8 മാർക്കിന്റെ ചോദ്യം. പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റ് ജോയിന്റ്സ് 5 മാർക്കിന്റെ ചോദ്യം. ബെൽ ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ് 7 മാർക്കിന്റെ ചോദ്യം. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് 5 മാർക്കിന്റെ ചോദ്യം. ലിമിറ്റ്സ്, ഫിറ്റ് ആൻഡ് ടോളറൻസ് 4 മാർക്കിന്റെ ചോദ്യം. ബെയറിംഗ്സിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ ആകെ 38 മാർക്കിന്റെ ചോദ്യമാണ് മെക്കാനിക്കൽ പോർഷൻസിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ അതിനെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മുടെ മുന്നിൽ 90 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ആപ്ലിക്കൻസിന്റെ എണ്ണം 20,000-ലധികം ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഇതിലും കുറവായിരിക്കും. മാത്രമല്ല നമ്മൾ യഥാർത്ഥത്തിൽ കോമ്പീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക, ഇതെല്ലാം ഇതിന്റെ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് പോലെയാണ്. അത് മൂന്നും ഒരുപോലെ വന്നാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ആക്കി വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഇതിലും വളരെ കുറവായിരിക്കും. അപ്പൊ കോമ്പറ്റീഷൻ നമുക്ക് അതിനനുസരിച്ച് കുറയും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു കാര്യം ഇതിന്റെ വേക്കൻസീസ് ആണ്. അത്യാവശ്യം നല്ല അഡ്വൈസുകൾ ഇതിൽ നിന്ന് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 300ഓളം അഡ്വൈസുകളെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആപ്ലിക്കൻസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസും ഉള്ള ഒരു പോസ്റ്റാണിത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ മുന്നിൽ ഒരു 90ഓളം ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ടെക് PSC കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2 ഒരു ഡീറ്റെയിൽഡ് കോഴ്സ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, കേരള വാട്ടർ അതോറിറ്റി മുൻവർഷങ്ങളിലെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ തന്നെയാണ് ഇപ്രാവശ്യവും ക്ലാസ്സുകൾ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിട്ടും അതോടൊപ്പം റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭ്യമാവുകയും ചെയ്യും.
ഓക്കെ, ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും. അതോടൊപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് QuickPSC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നത് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ നൽകിയിട്ടുള്ള നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും QuickPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.